Hi students, welcome to our zoology class. And in the last class we have studied about Hershey's experiment. And before that experiment there is a dispute or there is a debate between whether the protein or the DNA act as a genetic material. അല്ലേ പ്രോട്ടീൻ ആണോ DNA ആണോ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു അല്ലേ. ബട്ട് ഇറ്റ് വാസ് finally resolved by Hershey's experiment, and based on the experimental result we have understood that DNA is actually the genetic material ആണെന്ന് കണ്ടെത്തി അല്ലേ. DNA ആണ് genetic material ആണെന്ന് കണ്ടെത്തി. But at the same time in some viruses genetic material is RNA. For example, tobacco mosaic virus. In all that some sort of virus there is RNA as the genetic material, and I hope you know the difference between DNA and RNA, isn't it? Okay, now we can discuss what all are the important properties of a typical genetic material. ഒരു ടിപ്പിക്കൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മോളിക്യൂള് ഫുൾഫിൽ ചെയ്യേണ്ട ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ആൻഡ് നൗ വി ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഫസ്റ്റ് ഇസ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക. ആ ഒരു മോളിക്യൂളിൻ്റെ എക്സാക്റ്റ് കോപ്പി അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ അതേ റെപ്ലിക്കേനെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. ഒരു സ്ട്രാൻഡിൻ്റെ അതേപോലെയുള്ള അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ അതേപോലെയുള്ള ഒരു വേറൊരു മോളിക്യൂള് ഉണ്ടാക്കുക, റെപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ദാറ്റ് ഷുഡ് ബി ഫുൾഫിൽഡ് ബൈ എ genetic material. Okay, the second property is that it should be chemically and structurally stable. ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള മോളിക്യൂള് അതിൻ്റെ കെമിക്കൽ ഫോമിലും സ്ട്രക്ചറൽ ഫോമിലൊക്കെ സ്റ്റെബിലിറ്റി കാണിക്കണം. ഓക്കെ, ഇറ്റ് ഷോട്ട് ബി അല്ലെങ്കിൽ ഇറ്റ് വോണ്ട് ബി ഇൻസ്റ്റേബിൾ. Okay, so that is the second property that should be fulfilled by a genetic material, and also it should provide a scope for slow changes. മ്യൂട്ടേഷൻ അല്ലേ, ചെറിയ ചെറിയ ചേഞ്ച് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ അല്ലെ വളരെ സ്ലോവർ റേറ്റിലുള്ള ചേഞ്ചസിന് ഒരു സ്കോപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് എവല്യൂഷനൊക്കെ നടക്കുക അല്ലേ. ചെറിയ ചെറിയ ജനറ്റിക് മെറ്റീരിയലിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ്, വളരെ സ്ലോയിൽ നടക്കുന്ന ചേഞ്ചസ് ഓവർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്, ദെൻ ഓൺലി ദർ ഒക്കേഴ്സ് എവല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു സ്കോപ്പും ഒരു ജനറ്റിക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് തേർഡ് പ്രോപ്പർട്ടി. ആൻഡ് ഓൾസോ ദ ഫോർത്ത് ഇസ് ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് മെൻറ്റേലിയൻ ക്യാരക്ടേഴ്സ്. നമ്മൾ മെൻറ്റേലിയൻ ക്യാരക്ടേഴ്സ് ഒക്കെ പഠിച്ചു അല്ലേ. മെൻറ്റൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള പൈസം സെറ്റൈവം എന്ന് പറയുന്ന പീ പ്ലാന്റിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിൽ ഒരുപാട് മെൻറ്റേലിയൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കണം, ആ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കണം ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതും അതിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ്. സോ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ളതിനെയാണ് നമ്മളൊരു ടിപ്പിക്കൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അതിലുള്ള ഓരോ പ്രോപ്പർട്ടിയും എങ്ങനെയാണ് DNA-യിലും RNA-യിലും എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വി ക്യാൻ മൂവ് ടു ദ ഫസ്റ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് they are able to generate their replica അല്ലേ. അവരുടെ റെപ്ലിക്കേനെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. അപ്പോൾ ബോത്ത് DNA and RNA, both the nucleic acids DNA and RNA have the ability to direct their replication. അവരുടെ റെപ്ലിക്കേഷൻ പ്രോസസ്സിനെ ഡയറക്റ്റ് ചെയ്യാൻ ഈ പറയുന്ന രണ്ട് ന്യൂക്ലിക് ആസിഡ്സിനും സാധിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോട്ടീൻസ് they are failed to fulfill this criteria. പ്രോട്ടീൻസിന് ഒരിക്കലും അവരുടെ തന്നെ റെപ്ലിക്കേനെ ജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ അവിടെ DNA and RNA ഹാവ് ദ എബിലിറ്റി ടു ഡയറക്റ്റ് ദർ റെപ്ലിക്കേഷൻ. അപ്പോൾ ആ പറയുന്ന പ്രോപ്പർട്ടി രണ്ട് ന്യൂക്ലിക് ആസിഡ്സും എന്താവുന്നുണ്ട്, ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ വി ക്യാൻ അനലൈസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ദ സ്റ്റെബിലിറ്റി. ഓക്കെ, ഒരു ജനറ്റിക് മെറ്റീരിയൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. ഇറ്റ് വോണ്ട് ബി ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ലൈഫ് സൈക്കിൾ അല്ലേ. നമ്മുടെ ലൈഫ് സൈക്കിളിൽ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതുപോലെ തന്നെ ഏജ് അനുസരിച്ചിട്ട് ജനറ്റിക് മെറ്റീരിയലിൽ മാറ്റം വരാൻ പറ്റുമോ? വരരുത് അല്ലേ. അതുപോലെ തന്നെ ഫിസിയോളജി, നമ്മുടെ ഫിസിയോളജി, ഏജ്, അതുപോലെ തന്നെ ഓരോ പാറ്റേൺ അനുസരിച്ചിട്ടും ദർ വോണ്ട് ബി നോ ചേഞ്ചസ് ഇൻ ദ ജനറ്റിക് മെറ്റീരിയൽ. അതിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. DNA സ്റ്റെബിലിറ്റി അല്ലേ. DNA എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു എവിഡൻ്റ് ആയിരുന്നു നമ്മൾ ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് അല്ലേ. നമ്മളത് പഠിച്ചു അല്ലേ. നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ ബാക്ടീരിയ ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ചില പ്രോപ്പർട്ടീസ് ആർ സ്റ്റിൽ റിമൈൻ സെയിം അല്ലേ, അതേപോലെ തന്നെ നിന്നു.
ഓക്കെ, അപ്പോൾ അത് മീൻ ചെയ്യുന്നത് എന്താണ്, അത് സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഹീറ്റ് കിൽഡ് എടുത്തപ്പോഴും ദർ ആർ സ്റ്റിൽ റിമൈൻ ദ സെയിം പ്രോപ്പർട്ടീസ് ഓഫ് DNA എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം DNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ആ രണ്ട് സ്റ്റാൻഡും കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ആ രണ്ട് സ്റ്റാൻഡും ഹീറ്റിങ്ങിൻ്റെ സമയത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇഫ് ഫേവറബിൾ കണ്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ ഇറ്റ് വിൽ റിജോയിൻ എന്നുള്ളത് മനസ്സിലാക്കണം. ബട്ട് ഇൻ ദ കേസ് ഓഫ് RNAയുടെ കേസ് പറയുകയാണെങ്കിൽ 2' OH ഗ്രൂപ്പാണ് അല്ലേ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇസ് വെരി റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. സോ ദെർഫോർ RNA always will face a chance to liable and it will be degradable. Hence we can say that RNA is very reactive അല്ലേ. OH ഗ്രൂപ്പ് വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ we can say that RNA is very reactive. അതുകൊണ്ടാണ് അതിനെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഒക്കെ കാണിക്കാൻ പറ്റുന്നത്. So when we compare this to DNA and RNA, DNA is more stable than the RNA. Okay, RNA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ DNA is further സ്റ്റേബിൾ ആണ്, കൂടുതൽ സ്റ്റേബിൾ ആണ് എന്ത് DNA എന്ന് പറയുന്ന മോളിക്യൂള്. അപ്പോൾ അവിടെ ഒന്നും കൂടെ ഒരു പ്രിഡോമിനൻസ് കിട്ടിയിട്ടുള്ളത് ഏത് ജനറ്റിക് മെറ്റീരിയലിലാണ്, DNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയലിലാണ്. We know that there is thymine instead of uracil in the case of DNA അല്ലേ. നമ്മുടെ DNA മോളിക്യൂളും RNA മോളിക്യൂളും അനലൈസ് ചെയ്യുമ്പോൾ നൈട്രോജീനിയസ് ബേസ് നോക്കുമ്പോൾ there is thymine instead of uracil. So this thymidine എന്ന് പറയുന്ന നൈട്രോജീനസ് ബേസും എന്താണ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യും ഫോർ ദ DNAൻ്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വൺ ഓഫ് ദ റീസൺ ഇസ് ദ പ്രസൻസ് ഓഫ് ദിസ് തൈമിഡിൻ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് യുറാസിൽ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴും RNAക്കാളും ഒരുപാട് സ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇൻ കേസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഇൻ കേസ് ഓഫ് കെമിക്കൽ നേച്ചർ വെച്ച് നോക്കുമ്പോഴും സ്റ്റേബിലിറ്റി കൂടുതൽ നമ്മുടെ DNA മോളിക്യൂൾസിനാണ്. Now we can discuss about the changes or the mutation അല്ലേ. മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ചേഞ്ചസിനെ കുറിച്ച് നോക്കുമ്പോൾ ബോത്ത് DNA ആൻഡ് RNA അണ്ടർഗോ മ്യൂട്ടേഷൻസ്. രണ്ട് ന്യൂക്ലിക് ആസിഡ്സും മ്യൂട്ടേഷൻ നടത്താറുണ്ട് അല്ലേ, മ്യൂട്ടേറ്റഡ് ആവാറുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് RNA നമ്മൾ പറഞ്ഞു RNA ഈസ് വെരി അൺസ്റ്റേബിൾ അല്ലേ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വളരെ റിയാക്റ്റീവ് ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ അത് അത്ര സ്റ്റെബിലിറ്റി ഉള്ളതല്ല, ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ. സോ RNA ജീനോമുള്ള ഓർഗാനിസംസിന് എന്താണ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ റാപ്പിഡ് ആയിട്ടുള്ള പെട്ടെന്നുള്ള മ്യൂട്ടേഷൻസ് സംഭവിക്കാം. അപ്പോൾ ഷോർട്ടർ ലൈഫ് സ്പാൻസിൽ തന്നെ ധാരാളം മ്യൂട്ടേഷൻസ് നടന്നിട്ട് പെട്ടെന്ന് ഇവോൾവ് ചെയ്യും. ഇറ്റ് വിൽ ഇവോൾവ് ഫാസ്റ്റർ റേറ്റ്, വളരെ ഫാസ്റ്റർ റേറ്റിലാണ് RNA ജീനോമുള്ള ഓർഗാനിസത്തിൽ മ്യൂട്ടേഷൻ നടക്കുക. മ്യൂട്ടേഷൻ വളരെ റാപ്പിഡായിട്ട് വളരെ ഫാസ്റ്റർ റേറ്റിലാണ് നടക്കുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് DNA എന്ന് പറയുന്നത് വളരെ സ്ലോ റേറ്റിലാണ് മ്യൂട്ടേഷൻസ് ഉണ്ടാവാറുള്ളത്. Okay, that about the properties of mutation. When we analyze about the protein synthesis എന്ന് പറയുന്ന പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ RNA ആണ് കുറച്ചും കൂടെ ഫാർ ബെറ്റർ. ബിക്കോസ് RNA can directly code for protein synthesis. പ്രോട്ടീൻസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡയറക്റ്റ്ലി കോഡ് ചെയ്യാൻ പറ്റും RNAക്ക്. ഓക്കെ, സോ ഈസി ആയിട്ട് നമുക്ക് ക്യാരക്ടേഴ്സ് ഒക്കെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാം. ബട്ട് വെൻ വി കമ്പയർ ടു ദാറ്റ് ഓഫ് DNAയുടെ കേസ് പറയുകയാണെങ്കിൽ DNA ഹാവ് ടു ബി ഡിപ്പെൻഡൻറ്റ് ഓൺ RNA ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് DNAക്ക് RNAനെ ഡിപ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടർ നോക്കുമ്പോൾ RNA ഈസ് ബെസ്റ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ്റെ ബേസിൽ നമ്മൾ മുൻപുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു. ചിലതിൽ ഒന്നും കൂടെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത് DNA ആണ്, ചിലതിൽ പ്രിഡോമിനൻസി RNAക്കാണ് അല്ലേ, പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ പറയുമ്പോൾ. സോ ബോത്ത് ദിസ് ന്യൂക്ലിക് ആസിഡ് ക്യാൻ ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പക്ഷേ ഒരു സ്റ്റോറേജ് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ ഫോർ സ്റ്റോറേജ് എന്നുള്ള ഒരു പർപ്പസിന് ഏറ്റവും ബെസ്റ്റ് DNAയും. ബട്ട് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിലൊക്കെ RNA ഈസ് ദ ബെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ ബോത്ത് ദിസ് DNA ആൻഡ് RNA ക്യാൻ ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതാണ് അതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ. So based on this discussion, there arises a question whether the DNA or the RNA is the first genetic material. അല്ലേ, ഇതിൽ ഏതാണ് ആദ്യത്തെ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ആൻഡ് ടു ഫൈൻഡ് ദ ആൻസർ ഈസ് ദാറ്റ് RNA is the first genetic material. RNA ആണ് ആദ്യത്തെ ജനറ്റിക് മെറ്റീരിയൽ അല്ലേ. നമ്മുടെ മെറ്റാബോളിസം, സ്പ്ലൈസിങ്, ട്രാൻസ്ലേഷൻ ആ പ്രോസസ്സൊക്കെ ഇവോൾവ് അറൗണ്ട് RNA അല്ലേ. അതൊക്കെ RNA ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് RNA is the first genetic material. ഓക്കെ, പക്ഷേ ഈ RNA എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ് അല്ലേ. അതുകൊണ്ടാണ് അതിന് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത്, നല്ലൊരു കാറ്റലിസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട്
ഫർദർ മോഡിഫിക്കേഷൻസ് ഒക്കെ നടന്നിട്ട് DNA ഹാസ് ബീൻ ഇവോൾവ് ഫ്രം RNA അല്ലേ, RNAയിൽ നിന്നാണ് DNA ഇവോൾവ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ആൻഡ് DNA പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ ആണ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് RNA. അപ്പോൾ ഏറ്റവും ഒരു ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് നിൽക്കുന്നത് DNA ആണ്. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഇവോൾവ് ഫ്രം RNA എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. I have said that one of the property that should be fulfilled by a genetic material is replication അല്ലേ. ഒരു നല്ല ടിപ്പിക്കൽ ജനറ്റിക് മെറ്റീരിയലിന് അതിൻ്റെ എക്സാക്ട് റെപ്ലിക്കേനെ ജനറേറ്റ് ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് നോൺ ആസ് റെപ്ലിക്കേഷൻ. അപ്പോൾ റെപ്ലിക്കേഷനെ കുറിച്ച് പ്രപ്പോസ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ് വാട്സൺ ആൻഡ് ക്രിക്ക് അല്ലേ. വാട്സൺ ആൻഡ് ക്രിക്ക് പ്രപ്പോസ് വേറൊരു കാര്യം കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ദ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA അല്ലേ. DNAയുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള വാട്സൺ ആൻഡ് ക്രിക്ക് അവർ തന്നെ ഈ ഒരു DNAയിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിൽ നടക്കുന്ന റെപ്ലിക്കേഷനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദേ സെഡ് ദാറ്റ് ദ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ in the genetic material is semi-conservative mode of replication. Semi-conservative mode of replication. Meant by this semi-conservative mode of replication, നമുക്കറിയാം ബേസ് സീക്വൻസിന്റെ ബേസിൽ ഒരു DNAയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 2 strands ആണ് അല്ലേ. There will be 2 strands that are anti-parallel and complementary to each other based on the ബേസ് സീക്വൻസ്. ആ 2 സ്ട്രാൻഡിലുള്ള ബേസ് സീക്വൻസിന്റെ ബേസിൽ കോംപ്ലിമെന്ററി ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ടാവും, അതേപോലെ ആന്റി പാരലലായിട്ടാണ് 2 സ്ട്രാൻഡ്സും ഉള്ളത്. അപ്പോൾ അതിലുള്ള ഒരു സ്ട്രാൻഡ് ഓക്കെ, ആ 2 സ്ട്രാൻഡ്സും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള 1 സ്ട്രാൻഡ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ ദ സിന്തസിസ് ഓഫ് എ ന്യൂ സ്ട്രാൻഡ്. ഓക്കെ, ആ 2 സ്ട്രാൻഡ്സും സെപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിലുള്ള ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും ഫോർ ദ സിന്തസിസ് ഓഫ് എ ന്യൂ സ്ട്രാൻഡ്. അപ്പം നമ്മൾ അടുത്ത ജനറേഷനിലുള്ള അല്ലെങ്കിൽ അടുത്ത ഫോം ചെയ്തിട്ടുള്ള ന്യൂ DNA മോളിക്യൂള് ഒബ്സർവ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദർ വിൽ ബി എ പാരന്റൽ സ്ട്രാൻഡ് ആൻഡ് ദർ വിൽ ബി എ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്. നമ്മുടെ പാരന്റൽ DNAയുടെ ഒരു സ്ട്രാൻഡും മറ്റേത് പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ട്രാൻഡും ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി നോൺ ആസ് സെമി-കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ. എക്സ്പെരിമെന്റൽ പ്രൂഫ് ഫോർ ദിസ് semi-conservative mode of DNA replication was given by 2 scientists, that is Matthew Meselson and Franklin Stahl in the year of 1958. Okay, Meselson and Stahl, Franklin Stahl എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകൾ അവരൊരു എക്സ്പെരിമെന്റ് നടത്തി. ഇൻ ഈക്കൊലായി എസ്ട്രേഷ്യ കൊലായി എന്ന് പറയുന്ന ബാക്ടീരിയത്തിൽ അവർ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. That is DNA replication actually occurs in the mode of semi-conservative mode അല്ലേ. സെമി-കൺസർവേറ്റീവ് മെത്തേഡിലാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തു ബൈ മെസൽസൺ ആൻഡ് സ്റ്റാൾ. ഹൗ ദേ ഡു ദെയർ എക്സ്പെരിമെന്റ്, എങ്ങനെയാണ് അവരുടെ എക്സ്പെരിമെന്റ് അവർ നടത്തിയത് എന്ന് ചോദിച്ചാൽ ദേ ഗ്രൂ ദ എസ്ട്രേഷ്യ കൊലായി ഓർ ഈക്കൊലായി ബാക്ടീരിയം ഇൻ എ മീഡിയം കണ്ടെയ്നിങ് NH4Cl. ഓക്കെ, അതിലുള്ള നൈട്രജൻ NHN എന്ന് പറയുന്നത് 15 ഐസോട്ടോപ്പാണ് കേട്ടോ. ഒരു ഹെവി നൈട്രജൻ ആണ്, ഒരു ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ ആണ് 15 നൈട്രജൻ. ഓക്കെ, സോ ദേ ഗ്രൂ ദർ ബാക്ടീരിയം in this medium and the result is that this nitrogen has incorporated into the DNA. അവരുടെ ജനറ്റിക് മെറ്റീരിയലിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തു this what heavy nitrogen കൂടെ. And as a result their genetic material become heavier. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെവി നൈട്രജനും കൂടെ അതിലോട്ട് അവരുടെ ജനറ്റിക് മെറ്റീരിയലിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോൾ ഹെവി DNA ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. How we can separate or differentiate this heavy DNA from the normal DNA? നമ്മളെ സാധാരണ DNA-ക്കാട്ടിലും ഹെവിയർ DNA ആണ് ഈ ഒരു അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന മീഡിയത്തിൽ നമ്മൾ ഗ്രൂ ചെയ്തിട്ടുള്ള ബാക്ടീരിയത്തിൽ കണ്ടത് അല്ലേ. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ we can make use of centrifugation process അല്ലേ. ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് അനുസരിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സെൻട്രിഫ്യൂജേഷൻ. സോ സീസിയം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിൽ സെൻട്രിഫ്യൂജേഷൻ നടത്തിയപ്പോൾ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദിസ് ഹെവി DNA ഫ്രം ദ നോർമൽ DNA. നോർമൽ DNAയിൽ നിന്ന് നമുക്ക് ആ ഹെവി DNAനെ സെപ്പറേറ്റ് എടുത്തെടുക്കാൻ കഴിഞ്ഞു ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദിസ് സെൻട്രിഫ്യൂജേഷൻ പ്രോസസ് ഇൻ സീസിയം ക്ലോറൈഡ്. ടു ദാറ്റ് they transfer this into the normal medium that containing NH4Cl. നോർമൽ ഹെവി ഐസോട്ടോപ്പ് ഒന്നുമല്ലാത്ത നോർമൽ ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് മീഡിയത്തിലോട്ട് ഈ ഒരു സംഭവത്തിനെ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ആൻഡ് കളക്റ്റഡ് ദ സാമ്പിൾസ് അറ്റ് ഡെഫിനിറ്റ് ഇൻ്റർവെൽസ്. അങ്ങനെ ഡെഫിനിറ്റ് ഇൻ്റർവെൽസിൽ
അതെന്നുള്ള DNA നമ്മൾ അതിൻ്റെ സാമ്പിൾസ് കളക്ട് ചെയ്തു. All this extracted DNA had undergone the centrifugation process, അല്ലേ? And we got there, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് ഓരോ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടും ഓരോ DNAയുടെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടൂലേ നമ്മുടെ DNA molecule. So all this extracted DNA undergoes centrifugation in order to get the samples of various density. പല ഡെൻസിറ്റിയിലുള്ളതും നമുക്ക് സെപ്പറേറ്റ് എടുത്തിട്ട് എടുക്കാൻ പറ്റും. Seen that 15N അല്ലേ, ഹെവി ഐസോട്ടോപ്പിനെ, നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പിലെ മീഡിയത്തിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിട്ട് നോർമൽ നൈട്രജൻ ഉള്ള മീഡിയത്തിലോട്ട് ആക്കിയപ്പോൾ ആ ജനറേഷനിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന DNA ഒരു ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു അവരുടെ ഡെൻസിറ്റിയിൽ. ഓക്കെ, അതൊരു ഹൈബ്രിഡ് ഓർ ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി കാണിച്ചിരുന്നു. നമ്മുടെ ഹെവി നൈട്രജനിൽ നിന്നും നോർമൽ നൈട്രജനുള്ള മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ജനറേഷനിൽ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ആണ് കിട്ടിയത്. നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ഹൈബ്രിഡ് അല്ലേ, അതിൻ്റെ ഡെൻസിറ്റി ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്. ഒരു ജനറേഷനിലുള്ളത് അങ്ങനെയാണ് കാണിച്ചത്. പിന്നെ ഒരു സെക്കൻഡ് ജനറേഷനിലുള്ളത് നമ്മൾ പിന്നെ അതിനും ശേഷം വരുന്ന ജനറേഷനിലുള്ള DNA എക്സ്ട്രാക്ട് ചെയ്തത് അനലൈസ് ചെയ്തപ്പോൾ ദർ ആർ ഈക്വൽ എമൗണ്ട്സ് ഓഫ് ഹൈബ്രിഡ് ഡെൻസിറ്റി ഉള്ളതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈറ്റ് DNA, ഹെവി അല്ലാത്ത സാധാരണ ലൈറ്റ് DNA ഉള്ളതും ഈക്വൽ എമൗണ്ടിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഹൈബ്രിഡ് നേരത്തെ ഫസ്റ്റ് ജനറേഷനിൽ കാണിച്ച ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ഉള്ളതും ഈക്വൽ എമൗണ്ടിൽ കാണിച്ചിരുന്നു സെക്കൻഡ് ജനറേഷൻ്റെ കേസിൽ. ടൈം ഇൻ്റർവെൽസിൽ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മളറിയാം നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് ഏത് ഓർഗാനിസത്തിലാണ്? ഈ കൊലായ് അല്ലേ, എസ്ട്രേഷ്യ കൊലായ് എന്ന് പറഞ്ഞ ബാക്ടീരിയത്തിലാണ്. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് റെപ്ലിക്കേറ്റ്സ് ഓർ ഡിവൈഡ് ആഫ്റ്റർ 20 minutes. 20 minutes ആണ് അതിൻ്റെ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിവൈഡിങ് ടൈം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ 20 മിനിറ്റിന് ശേഷമുള്ളത് കളക്ട് ചെയ്തു, പിന്നെയും 40 ആയി, പിന്നെ 80 ആയി. അങ്ങനെ നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്തപ്പോൾ വി നോ ദാറ്റ് വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സെമി കൺസർവേറ്റീവ് മോഡലാണ് അതിൻ്റെ റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് ക്ലിയർ ആയി. അപ്പോൾ ഈ സെയിം എക്സ്പെരിമെൻ്റ് തന്നെ നമ്മുടെ ടൈലർ എന്ന് പറയുന്ന വേറൊരു സയൻറ്റിസ്റ്റും അവരുടെ കൊലീഗ്സും ഒക്കെ ഫാബ ബീൻസിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫാബ ബീൻസ്, വിസിയ ഫാബ എന്ന് പറയുന്നത് ഒരു ബീൻ്റെ വെറൈറ്റിയാണ്. ആ ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസിൽ ഈ സെയിം സംഭവം, ഈ ഒരു സെയിം എക്സ്പെരിമെൻ്റ് നടത്തി ബൈ മേക്കിംഗ് യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് തൈമിൻ യൂസ് ചെയ്തിട്ടുള്ളത് നടത്തിയപ്പോഴും സെയിം റിസൾട്ട് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ആൻഡ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് DNAയുടെ റെപ്ലിക്കേഷൻ നടക്കുന്നത് സെമി കൺസർവേറ്റീവ് മോഡലാണ് എന്നുള്ളത് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും ക്ലിയർ ആയിരുന്നു. So from this image we can see that in the first generation, the density is an intermediate, അല്ലേ, ഒരു ഹൈബ്രിഡ് ആണ് ഫോം ചെയ്തത് അല്ലേ, ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ഉള്ളതാണ് ഫോം ചെയ്തത്. ആൻഡ് വെൻ ഇൻ ദ സെക്കൻഡ് കേസ് അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷനിൽ എത്തിയപ്പോഴേക്കും ഈക്വൽ എമൗണ്ടിലാണ് കാണുന്നത്. ഏത് ഹൈബ്രിഡ് DNAയും ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് DNA അല്ലേ. അപ്പം നമുക്ക് ക്ലിയർ ആണ് സെമി കൺസർവേറ്റീവ് മോഡലാണ് നമ്മുടെ DNA റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ പുതിയതായിട്ട് സിന്തസൈസ് ചെയ്തതിൽ ഒന്ന് പാരൻ്റൽ സ്ട്രാൻഡ് ആണ്, മറ്റേത് ന്യൂലി സിന്തസൈസ്ഡ് ആണ്. ജനറേഷൻ 2 എടുത്തപ്പോഴും ഒന്ന് പാരൻ്റൽ സ്ട്രാൻഡും മറ്റേത് പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുക. അപ്പോൾ സെമി കൺസർവേഷൻ ആണ്, ഫുൾ കൺസർവേഷൻ അല്ല, സെമി കൺസർവേഷൻ. ഒരു സ്ട്രാൻഡ് എപ്പോഴും പാരൻ്റൽ സ്ട്രാൻഡ് തന്നെയായിട്ട് ഫോം ചെയ്യും, മറ്റേതാണ് പുതിയ സിന്തസൈസ്ഡ് സ്ട്രാൻഡായിട്ട് വരിക. സോ ദിസ് ഈസ് അവർ ടോപ്പിക്. And that's all for today. Thank you.